കിഡ്സ് ഹെൽത്ത് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. സോ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് ദശമൂല രസായനം. ദശമൂല രസായനം എന്ന് പറയുമ്പോൾ നമ്മൾ രജന്യാതി ചൂർണം പറഞ്ഞില്ലേ, അതൊരു പൗഡർ ഫോർമിലുള്ള ഒരു ഫോർമുലേഷനാണ്. ഇത് രസായനം എന്ന് പറയുമ്പോൾ തന്നെ ലേഹ്യ ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഓവറോൾ ഹെൽത്ത് ആൻഡ് റിക്കവറിയാണ്. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു മേജറായിട്ടുള്ള ഒരു അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഫീവർ വന്നു, നിങ്ങളൊരു റിക്കവറി ഫേസ് ഉണ്ടാവുമല്ലോ, ഏത് അസുഖത്തിനും ഒരു റിക്കവറി ഫേസ് ഉണ്ടല്ലോ, ആ ഫേസിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഒരു അടിപൊളി മെഡിസിനാണ് ഇത്. അതുപോലെ തന്നെ കുട്ടികളിൽ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അഗ്നി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മെഡിസിൻ യൂസ് ചെയ്യാറുണ്ട്. അഗ്നി എന്ന് വെച്ചാൽ വിശപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ മറ്റേ ഫസ്റ്റത്തെ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ വിചാരിക്കും ഈ കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾ രജന്യാതി ചൂർണത്തിനും ഉണ്ട് എന്ന് പറഞ്ഞത്, പിന്നെ അപ്പോൾ ഇതിനും അത് തന്നെയാണുള്ളത് ചോദിക്കും. സോ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറയണ ഈ കിഡ്സ് ഹെൽത്ത് സീരീസിലെ 3 പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന മെഡിസിൻസാണ്. 3 പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഓവറോൾ ഹെൽത്ത് തരുന്ന മെഡിസിനാണ്, സ്ട്രെങ്ത് തരുന്ന മെഡിസിനാണ്, അഗ്നി ഇമ്പ്രൂവ് ചെയ്യുന്ന മെഡിസിനാണ്. ദാറ്റ് മീൻസ് വിശപ്പ് കൂട്ടുന്ന മെഡിസിൻസാണ്. ഈ 3 മെഡിസിൻസും ഇത് മാത്രമല്ലാണ്ട് 3 പെക്യൂലിയർ ക്വാളിറ്റീസും ഉണ്ട്. ഓക്കെ. സോ ആദ്യം പറഞ്ഞ രജന്യാതി ചൂർണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു ഫസ്റ്റ് സെറ്റില്ലേ, അതിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ ഫോക്കസ് വെറും ഇമ്മ്യൂണിറ്റി മാത്രം ഫോക്കസ് ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫോക്കസ് വെറും ഓവറോൾ ഹെൽത്ത്, സ്ട്രെങ്ത്ത് അതൊക്കെയാണെങ്കിൽ യു ഡയറക്റ്റ്ലി ചൂസ് രജന്യാതി ചൂർണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ കൂടെ നിങ്ങളെ കുട്ടികൾക്ക് എപ്പോഴും ചുമ, എപ്പോഴും കോൾഡ്, എപ്പോഴും ജലദോഷം, എപ്പോഴും കുറുകുറ ഇങ്ങനെ ഇരിക്കുക, കുറുകി ഇരിക്കുക സൗണ്ട്, എപ്പോഴും ചുമക്കുമ്പോൾ കഫം വരിക, ആ ഒരു കുറുകലുണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, ദശമൂല രസായനം. ഈ ഒരു കഫം കോൾഡ് ഉണ്ടെങ്കിൽ ഇത് മാത്രം എടുത്താൽ മതി. സോ അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ആയുർവേദത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ പറയുന്ന ഈ 3 മെഡിസിൻസും നിങ്ങൾക്ക് കുട്ടികൾക്ക് ജനറലി കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. അതിൻ്റെ പുറമെ നിങ്ങളെ കുട്ടികൾക്ക് ഈ കഫും കോൾഡും എപ്പോഴും ചുമയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടിപൊളിയല്ലേ? ദശമൂല രസായനം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇതിൽ 10 മെഡിസിൻസിൻ്റെ റൂട്ടാണ് ഇതിലുള്ളത്. സോ കണ്ടന്റ് അറിയണ്ടേ? ശ്ലോകം പിടിച്ചോ. വിൽവോ അഗ്നിമന്ദ ശോനാഗ പാഠലി ഗംഭാരി തഥാ കൃഷ്ണിപർണ ശാലപർണ ബൃഹതി കണ്ടകാരി. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നല്ലേ അറിയണ്ടേ? ഇത് നോർമലി 3 വേസിലാണ് ഇത് കഴിക്കുക. ചൂട് പാലിൻ്റെ കൂടെ, ചൂട് വെള്ളത്തിൻ്റെ കൂടെ, തേനിൻ്റെ കൂടെ. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഒരു ജനറൽ ഹെൽത്ത്, സ്ട്രെങ്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് നിങ്ങളെ കുട്ടികൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂട് പാലിൻ്റെ കൂടെ വേണം ഇത് കൊടുക്കാൻ. അതായത് ലേഹ്യമല്ലേ, ജസ്റ്റ് നിങ്ങൾ കഴിച്ചതിന് ശേഷം അതിൻ്റെ പുറമെ ഒരു ചൂട് പാല് കുടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ചൂട് പാലിൽ മിക്സ് ചെയ്ത് അങ്ങനെ കുടിക്കണം, ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾ കഫും കോൾഡും ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേനിൻ്റെ കൂടെ നിങ്ങൾക്ക് കുടിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് തേൻ അതിൽ മിക്സ് ചെയ്യാം, അത് ഈസിലി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ഡൈജഷൻ ഇഷ്യൂ ആണ്, ഒരു വിശപ്പ് കൂട്ടാനൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ചൂട് വെള്ളമാണ് നിങ്ങൾ ഇതിൻ്റെ അനുപാനമായി യൂസ് ചെയ്യേണ്ടത്. അതായത് മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾ ചൂടുവെള്ളം കൂടെ കുടിക്കണം. മറ്റേ നമ്മൾ രജന്യാതി ചൂർണം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്ര കഴിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ഓരോ കുട്ടീനെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആദ്യം ചെറിയ ഡോസ് കൊടുത്ത് നോക്കുക, ആൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ½ ടീസ്പൂൺ എന്ന രീതിയിൽ തന്നെ കൊടുത്താൽ മതി. ഡെയിലി ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കൊടുക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്ക് കഫും കോൾഡും ആണ് നിങ്ങളെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കണം. ഒരു നേരം 2 നേരം വെച്ച് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡോസിൽ ഇങ്ങനെ കൊടുത്തു നോക്കുക. അപ്പം ഇതും ആക്ച്വലി വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന മെഡിസിൻസ് ആണ്. ഞാനിത് വെറുതെ ഇവിടെ വന്ന് പറയല്ല, എനിക്ക് അനുഭവം ഉണ്ടായിട്ടും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ മെഡിസിൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് പറയണത്. സോ ഡു ട്രൈ ദിസ്. Let me know in the comments.